ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഫേമസ് അമ്പലത്തിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെയാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള പ്രശസ്തമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം അഥവാ ഉത്രാളിക്കാവ് ശ്രീ മഹാകാളി ക്ഷേത്രം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ മഹാകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. മധ്യ കേരളത്തിലെ പ്രശസ്തമായ വേല ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് വെടിക്കെട്ടിന് പ്രാധാന്യമുള്ള ഉത്രാളിക്കാവ് പൂരം. പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന ഈ മനോഹരമായ സ്ഥലത്താണ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മിക്ക ഭഗവതി ക്ഷേത്രങ്ങളുടെയും ഉൽപ്പത്തിയായി പറഞ്ഞു കേൾക്കുന്ന കഥകൾക്ക് സമാനമാണ് രുദ്ര മഹാകാളികാവ് ക്ഷേത്രത്തിൻ്റെതും. കൊച്ചി രാജ്യത്തെ പ്രധാനിയായിരുന്ന പാലിയത്തച്ഛനെ പോലെ തലപ്പള്ളിയിലെ പ്രമുഖനായിരുന്നു കേളത്തച്ഛൻ. അകമല താഴ്വരകളിലുള്ള തന്റെ കൃഷി സ്ഥലങ്ങൾ സന്ദർശിക്കാൻ എത്തിയിരുന്ന കേളത്തച്ഛന്റെ ഓലക്കുടയിൽ നിന്നും ഭൂമിയിൽ അവരൂഢയായ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചൈതന്യമാണ് ഇവിടുത്തെ ശ്രീ മഹാകാളി എന്നത്ര ഐതിഹ്യം. അമ്പലത്തിന്റെ പുറകിലൂടെ പോകുന്ന റെയിൽ പാത മറ്റൊരു ആകർഷണമാണ്. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ട്രെയിന് പോണത് കാണാൻ വേണ്ടിയിട്ട്. തൃശ്ശൂർ, ഷൊർണൂർ, വടക്കഞ്ചേരി എന്നീ സ്റ്റേഷനുകളിൽ ഇവിടേക്ക് വരുന്നവർക്ക് ഇറങ്ങാം. പിന്നെ തൃശ്ശൂർ, ഒറ്റപ്പാലം, കുന്നംകുളം, ഗുരുവായൂർ, ചേലക്കര, പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിന്നും ബസ് സർവീസ് ഉണ്ട്. ദേവി ആദിപരാശക്തിയുടെ 3 പ്രധാന രൂപങ്ങളിൽ ഒന്നാണ് മഹാകാളിയെന്ന് ദേവി മാഹാത്മ്യത്തിൽ കാണാം. നമ്മൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ട്രെയിന് വന്നു കേട്ടോ. നെൽപ്പാടങ്ങളെ കീറി മുറിച്ചു കൊണ്ടുപോകുന്ന തീവണ്ടിയുടെ പാച്ചിൽ കണ്ണെടുക്കാതെ നിന്നു പോകും. ശൈവ വിശ്വാസപ്രകാരം ഇത് ശ്രീ പാർവതിയുടെ കറുത്ത രൂപമാണ്. പിൽക്കാലത്ത് അശ്രദ്ധമായി ഉപേക്ഷിക്കപ്പെട്ട ആ പ്രതിഷ്ഠയിൽ പാടത്ത് നെല്ല് കൊയ്യുകയായിരുന്ന ഒരു സ്ത്രീ അരിവാളിന് മൂർച്ച കൂട്ടുന്നതിനിടയിൽ അതിൽ നിന്നും രക്തം വരുന്നതായി കണ്ടു. പ്രശ്നം വെച്ച് നോക്കിയവർക്ക് ശിലയിലെ പരാശക്തിയുടെ സാന്നിധ്യം ബോധ്യപ്പെടുകയും തുടർന്ന് യഥാചാര വിധികളോടെ ക്ഷേത്രം നവീകരിക്കുകയും ചെയ്തു അത്രേ. കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് ഉത്സവം കൊടിയേറുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ സമാപന ദിവസമാണ് പൂരവും അതിനോടനുബന്ധിച്ച് മറ്റു പരിപാടികളും. മധ്യ കേരളത്തിലെ പുരാതനമായ ഭഗവതി കാവുകളിൽ ഒന്നായി ഈ ക്ഷേത്രത്തെ കണക്കാക്കുന്നു. എങ്കക്കാവ്, കുമരനെല്ലൂർ, വടക്കഞ്ചേരി എന്നീ ദേശങ്ങളിൽ നിന്നുള്ള 3 പങ്കുകാരാണ് ഉത്രാളിക്കാവ് വേലയുടെ പ്രധാന നടത്തിപ്പുകാർ. സാധാരണ ഓരോ ദേശക്കാരും 11 ആനകൾ വീതം മൊത്തം 33 ആനകളെ എഴുന്നള്ളിക്കുന്നു. ഇതുകൂടാതെ വിവിധ സമുദായക്കാരുടേതായി കാളവേല, കുതിരവേല, ഹരിജൻ വേല, പിന്നെ മുട്ടിറക്കൽ എന്ന വഴിപാടുകളും പതിവുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവിടുന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് നല്ല ചായയും സ്നാക്സൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.